നമ്മളിപ്പോൾ പട്ടായയിലെ എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ അടിപൊളിയായിട്ടൊരു എലിഫൻറ്റ് കോഫി ഷോപ്പിൻ്റെ കാഴ്ചകളായിരുന്നു നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ അടിച്ചത് ജോംത്യൻ സൈഡിലെ ഒരു അടിപൊളിയായ ഹോട്ടലിലാണ്. അപ്പോൾ ജോംത്യൻ സൈഡിൽ ഒരുപാട് നൈറ്റ് ലൈഫുകളും ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളിലും കിട്ടുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവർ എന്തായാലും ചാനൽ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പം ജോംത്യൻ സൈഡിലെ നൈറ്റ് ലൈഫാണ് കാണിക്കുന്നത്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി നമ്മുടെ തായ് ബനാന റൊട്ടി ഉണ്ടാക്കുന്നത് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസത്തിൽ, എന്ത് രസമാണെന്നറിയാം. അയാൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെയാണ് അയാളത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനുള്ള ബനാനയുണ്ട്, മുട്ടയുണ്ട്, ഇത് ബട്ടറാണ്. വളരെ നൈസായിട്ട് പാനിൽ വെച്ചു. അതിൻ്റെ അകത്ത് ഒരു ബനാനേൻ്റെയും മുട്ടേൻ്റെയും മിക്സാണ് അതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. തായ്ലൻഡിലെ നൈറ്റ് നമ്മളിങ്ങനെ സ്ട്രീറ്റിലേക്ക് കൂടി വാക്ക് ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു ചങ്ങായി ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്നത്. ബട്ടർ കുറച്ച് ഒഴിക്കുന്നു. എന്താ രസമല്ലേ കാണാൻ തന്നെ അല്ലേ? ഭയങ്കര വൈബാണ് എത്തി പറയാം. നമ്മളിപ്പോൾ ജോംത്യൻ സൈഡിലുള്ള ജോംത്യൻ ബീച്ച് സൈഡ് നല്ല എന്താ പറയുക, നല്ല കടൽക്കാട്ടെല്ലാം കൊണ്ട് ഒരു റൊട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. ആ ബനാന മുറിക്കുന്നതിൻ്റെ സ്റ്റൈൽ വയ്ക്കുന്നത്. വീണ്ടും എക്സ്ട്രാ ബനാന ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ നേന്ത്രപ്പഴമല്ല ശരിക്കും അല്ല, വേറെ ടൈപ്പ് പഴം. മൈസൂർ പൂവൻ എന്ന് പറയുന്നില്ല. ഇപ്പുറത്തെല്ലാം കുറേ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ഇവിടെ 7 ഉണ്ട്. ആ സൈഡിൽ ബീച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് ബനാന പാൻ കേക്കിന് 50 ബാത്ത്. ബനാന പാൻ കേക്കിന് സാധാരണയാണ് പ്ലെയിനാണ് 40. വെറും റൊട്ടിയാണെങ്കിൽ 30. അങ്ങനെ ഓരോ റേറ്റാണ്. ചെറിയൊരു തട്ടുകടയുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസത്തിൽ. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം മുന്തിരി തേങ്ങേൻ്റെ സാധനങ്ങൾ ഓരോ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ ബനാന റൊട്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 7-ൽ പോയിട്ട് വെള്ളവും ഭക്ഷണമെല്ലാം വേണമെങ്കിൽ 7-ൽ പോയിട്ട് മേടിക്കാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഓഫ് സീസണാണ് തായ്ലൻഡ്. പക്ഷെ എന്നാലും ടൂറിസ്റ്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ചൈനീസ് ടൂറിസ്റ്റുകളാണ് കൂടുതലുള്ളത്. ശരിക്കും നമ്മളെ നാട്ടിൽ ഈ ഒരു തട്ടുകട തുടങ്ങിയാലോ ഞാൻ ആലോചന അല്ലേ? ഈ ഒരു തട്ടുകട നാട്ടിൽ തുടങ്ങി അടിപൊളിയായിരിക്കും അല്ലേ? ഈ തായ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു സംഭവം എങ്ങനെ ഇരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ. അയാൾ കട്ട് ചെയ്തിട്ട് നല്ല രസത്തിൽ. ഇയാളെ രാത്രിത്തെ ആക്ടിവിറ്റിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ പുള്ളി വരും. രാത്രി ഒരു 10 മണി 9 മണിയാകുമ്പോൾ പരിപാടി നിർത്തിപ്പോവും. ആ സമയത്ത് അയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടാകുന്നുണ്ട്. ഇതിന് 50 മാത്രം ഏകദേശം 100 രൂപയാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. എന്ത് മനോഹരമായിട്ടാണ് അയാൾ അത് ചെയ്തത് കേട്ടോ. നമ്മുടെ അവസാനത്തെ ഐറ്റം അതിന് ഹാസി പാച്ചമേ 50 പാത്തിന് സാധനം. ഇതാണ് ഐറ്റം. എനിക്ക് തിന്നിട്ട് ഞാൻ അഭിപ്രായം പറയും. തിന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. ഒരു രക്ഷയില്ലാത്ത സാധനം ഇവിടെ തന്നെ പറഞ്ഞു. ഇമാതിരി സാധനം ജന്മത്തിൽ കഴിച്ചിട്ടുണ്ടോ അല്ലേ? നമ്മുടെ ആട്ടാളൊന്നും ജന്മത്തിൽ കഴിക്കൂല അല്ലേ? ഞാനൊന്ന് ഇതിൻ്റെ പീസ് എടുത്തിട്ട് കഴിക്കണം. നല്ല ചൂട് വായി പൊള്ളാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ചൂടുള്ള കുറച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് നടക്കമല്ലോ. ഇവിടെ എല്ലാം നല്ല വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ നൈറ്റ് ലൈഫിന് പറ്റിയ അതെ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അറിയാം. ഇതാണ് സാധനം കേട്ടോ. വായി കൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇല്ല വലിയ കിട്ടുന്നില്ല. ഉപ്പ് പിന്നെ പറയണ്ടോ? ഇവിടെ തുടങ്ങിക്കോ അല്ലേ? ആർക്കും ആയിട്ട് ഇത് തുടങ്ങിക്കോ. നല്ല ബിസിനസ്സാണ്. ഒന്നുമില്ല, നമ്മളെ മൈദപ്പൊടി അല്ലേ? അല്ല, മൈദപ്പൊടിയും ബട്ടറും മുട്ടയും നേന്ത്രപ്പഴവും വെച്ച് തുടങ്ങാം. ആ സൈഡിലെല്ലാം ഫുള്ള് സ്ട്രീറ്റ് ഫുഡുകളുണ്ട് കേട്ടോ. മനുഷ്യന്മാർ എന്താ വൈബ്
ഒരു 3 ദിവസം കിട്ടിക്കാൻ തായ്ക്കാറുള്ള ഫുൾ ഫാമിലി ആയിട്ട് പുറത്ത് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നത്. എന്ത് രസത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എന്തോ ഒരു ചെറിയ നൈറ്റ് മാർക്കറ്റ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ, ജോംതിയൻ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എത്രയോ ആൾക്കാർ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു. എന്താ രസം, അവിടെ ചെറിയ ജ്യൂസുകൾ കടയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എന്താ രസം. നല്ലതുണ്ടല്ലേ. ഒരു പട മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാ കൊഞ്ചൻ, ഇതാ ചിക്കൻ, ഇതാ നമുക്ക് നടന്നിട്ട് തിരിച്ചു മേടിക്കാം. ഷവർമയുണ്ട്, ഓൾ ഗ്രിൽഡ്, എന്തെല്ലോ സംഭവങ്ങൾ. ഇതോ സീ ഫുഡിൻ്റെ ഇതും സാധനം. ഇതെന്നാടാ ബ്രെഡിൽ നോക്കിയട്ടെ, പൊട്ടറ്റോ ഉണ്ട് അധികം. ഇതെന്താ സംഭവം? ഇത് ഇങ്ങനെ ബീഫ് പിരിയോക്കി ബ്രെഡ്, പിരിയോക്കി ബ്രെഡ്, എഗ് സ്പിനാച്ച്, എന്താ സംഭവം ബ്രെഡിൻ്റെ ഐറ്റംസ് കേട്ടോ. വീണ്ടും റൊട്ടീൻ്റെ സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ കാടമുട്ട ഉണ്ടാക്കുന്നുണ്ട്. എന്ത് ക്യൂട്ടായ കുട്ടിയാണ് സാധനം ഉണ്ടാക്കുന്നത്. ഇത് നല്ല നഗറ്റ്സ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഓക്കെ, അത് നമുക്ക് മേടിക്കാം അല്ലേ, അത് മേടിക്കാം. അനിയാവണോ? ഇതിപ്പോൾ 10 പീസിന് 60. അനിയാവും. സിപ്പ് അനി ഹോക്ക് സ്വിച്ചമേ നമുക്കിത് മേടിക്കും. നല്ല സാധനം. കൊടുത്തു നമ്മുടെ സാധനം കിട്ടിയേട്ടാ. ഇതാ സാധനം ഇതാ. ഇനി നമ്മൾ അടുത്ത സ്ഥലം നോക്കാം. ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു സ്ഥലം. ബനാന കേക്കൊക്കെ ഇട്ട് നല്ല വലിയ ബനാന കേക്ക്. എൻ്റെ മോനെ, എൻ്റെ ദൈവം, ഇതെന്ത് സാധനം ഇത്? വാട്ട് ഈസ് ദിസ്? ഓ വാവ്, പോർക്ക് ചെമേ, മൂവിൻ്റെ ഒരു ഐറ്റം നോക്കട്ടെ. എന്ത് രസമാണ്. പോർക്ക് കണ്ട, പോർക്കിൻ്റെ ഒരു ശേഖരണം തന്നെ ആ മോനെ. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് നല്ല സാധനമാടാ. അത് മേടിച്ചു കഴിഞ്ഞു. ആ പൊളിക്കും ഇത്. അത് കിട്ടില്ല സാധനം. ഏതാ മേടിച്ചു? ഏതാ പ്രശ്നമില്ല. ചിക്കനാണോ പോർക്കാനും പ്രശ്നമില്ല. കോയിൻ ലിവറാ? അതാ നല്ല കോയിൻ ലിവർ ഉണ്ട്. എനിക്ക് റിവിലോട് വലിയ ഇത് നല്ല. ഇതിനെക്കാട്ടും നല്ല ഇതായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. അനി കായ്ച്ചമേ കപ്പ് മുതലയാ? ഉറപ്പാ? പണിപാടുവോ മുതലേ? ഉറപ്പാ? അനി കായ്ച്ചമേ കായ് അനി ഹാർഡ് മീറ്റ് അല്ല. പിന്നെ ഇത് നല്ല ഇതാ. വേറെയും മേടിക്കാം. ഇത് 2 മേടിച്ചാൽ മതി. വേറെ നമുക്ക് നോക്കാമല്ലോ. സ്റ്റിക്ക് കുത്തിയ കുറേ ചിക്കൻ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നോക്കണം. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡിൻ്റെ ഒപ്പം തന്നെ ബാഗും മറ്റുള്ള ഷോപ്പിംഗ് ഐറ്റം. ഈ സാധനം അടിപൊളി വേണോ? കുന്തലാണോ എനിക്ക്? കൊഞ്ചൻ. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഹെവൻ തന്നെയാണ് വേണമെങ്കിൽ പറയാം. ജോംതിയൻ നൈറ്റ് മാർക്കറ്റാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇല്ലാത്ത സാധനമില്ലാന്ന് പറയുന്ന പോലെ. നമ്മുടെ ജോംതിയൻ ബീച്ചിൽ രാത്രി കുറേ സായിപ്പുമാർ കൂടിയിട്ട് എന്താ പറയുക, എന്ത് കളിയാണ് ഇത്? ടെന്നീസും എല്ലാം എന്തോ. പക്ഷെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഈ കളി കണ്ടിരിക്കാൻ. വോളിബോളില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. നല്ല രസത്തിൽ ആൾക്കാർ കളിക്കുന്നുണ്ട്.
നല്ല വൈബ് കേട്ടോ. ജോംതിൻ ബീച്ചിൽ നിങ്ങൾ ബാങ്കോക്കിലാണെങ്കിൽ ജോംതിൻ ബീച്ച് സൈഡിൽ വരികയാണ് നല്ലത്. നല്ല കാമായിട്ടുള്ള ബീച്ചാണ്. ആൾക്കാർ ഇത്രത്തോളം ഹെൽത്തിന് കൺസേൺ ആണെന്ന് തെളിയിക്കുന്ന ഇതാണ്. ഒരാൾ പോലും കള്ളുടിക്കുന്നതോ ബിയറടിക്കുന്നതോ ഞാൻ കണ്ടില്ല ഇതുവരെ. അല്ലേ എത്ര നേരമായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ എന്താ പറയുക പട്ടായയിലെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡാണ് ഇടുന്നത്. രാത്രി ബീച്ച് കാണാൻ സാധാരണ ഒരു ബീച്ച് തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.